ബിസ്ക്കറ്റ്. ആ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതല്ല, അതിന്റെ അപ്പുറത്തത്. ആ ചേട്ടാ 1 കിലോ ലഡു. പിന്നെന്താ വേണ്ടേ? പിന്നെ ഒരു ബിസ്ക്കറ്റ് കൂടെ വാങ്ങിച്ചു. ബിസ്ക്കറ്റ് അല്ലേ ചേട്ടാ? ഒരു ബിസ്ക്കറ്റ്, 1 ബാഗ് അച്ചപ്പം, അത് മതില്ലേ? ബാഗ് ഉണ്ടല്ല, കവർ വേണ്ടല്ല. കവറ് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടാന്നേ, ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടാന്നേ, ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടാന്നേ, ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടാന്നേ, ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടാന്നേ. നിങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന് തോന്നുന്നു. അല്ല, കുറച്ച് ദൂരെയാണ്. ചേട്ടാ അറിഞ്ഞില്ലേ, ഇവിടെ പയ്യന്നൂരിൽ എല്ലാവരും പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപേക്ഷിച്ചു തുടങ്ങി. മുനിസിപ്പാലിറ്റിയുടെ പുതിയ പരിപാടിയാ. സാധനങ്ങൾ വാങ്ങിച്ചാൽ കയ്യിലുള്ള ബാഗിലിടണം, അല്ലെങ്കിൽ തുണി സഞ്ചി ഉപയോഗിക്കണം. പ്ലാസ്റ്റിക് ഒക്കെ ഔട്ട് ഓഫ് ഫാഷനാ ചേട്ടാ. പയ്യന്നൂർ നഗരസഭ മുൻകൈയെടുത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം ഇല്ലാതാക്കുന്നതിനാണ് വലിയൊരു ജനകീയ മുന്നേറ്റത്തിന് പയ്യന്നൂരിൽ തുടക്കം കുറിക്കുകയാണ്. നഗരസഭയിലെ 44 വാർഡുകളിലുമായി കഴിഞ്ഞ 2 മാസക്കാലത്തിനിടയിൽ 10,000-ഓളം തുണിസഞ്ചികളാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ ക്ലാസുകളും പരിപാടികളും ഒരു ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള കർശനമായ നിയമം നടപ്പിലാക്കുന്നതിന്റെ കൂടെ തന്നെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി, ജനകീയ പിന്തുണയോടുകൂടി ഈ പദ്ധതി വിജയിപ്പിക്കാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ ഇന്ന് ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമായി പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാറിയിരിക്കുകയാണ്. ഈ വിപത്തിനെ തടയുന്നതിന് പയ്യന്നൂരിൽ നിന്ന് ഒരു വലിയ മുന്നേറ്റം, സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ നഗരസഭയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എന്റെ പയ്യന്നൂർ, ക്ലീൻ പയ്യന്നൂർ.